ചേട്ടോ ഇനി ഈ ഒരു കഷ്ണം വിറകൂടിയേ ഉള്ളൂ. അത് മതിയാവും. പാകമായി കഴിഞ്ഞ് ആ വിറയിങ്ങന്നെ. ഇവന്റെ കയ്യാണ്. രാജതന്ത്രം എവിടം വരെയായി? ഉപ്പ് നോക്കാറായോ? ഉപ്പ് നോക്കാൻ ഇത് ഉപ്പുമാവല്ല. ഇത് ഉപ്പുമാവല്ലെന്ന് എനിക്കറിയാം. ഞാൻ ആ രാജതന്ത്രത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. സാമ്പിൾ നോക്കാൻ ഒരു പാത്രം രാജതന്ത്രം തന്നൂടെ? ഈ കിണറ്റിലെ സാമ്പിൾ നോക്കുന്നത് ആദ്യം ഇതിന്റെ രുചി നോക്കേണ്ടത് പെൺകുട്ടിയായിരിക്കണം. അത് കേട്ട് മതി നീ. ഉപ്പ് നോക്കാനൊന്നും ഞാനൊരു കള്ളം പറഞ്ഞതാ. സത്യത്തിൽ എന്റെ വയറ് വെച്ചെന്നിട്ടാ. ഗതി കെട്ടാ പുലി പുല്ലും തിന്നുന്നാണല്ലോ. അങ്ങനല്ലേ? മാടുകൾക്ക് പുല്ല് തന്നെയാണല്ലോ മട്ടൻ ബിരിയാണി. ചേട്ടാ മണം അടിച്ചിട്ട് വായന വെള്ളം വന്നിട്ട് പാടില്ല. സത്യം. പോക്കറ്റിൽ എന്താണ് കശുവണ്ടിയാണോ? എന്താ ഇതിലിട്ടത്? ഇത് രുചി കൂടാൻ വേണ്ടിയുള്ള ടേസ്റ്റ്. രുചി കൂടാൻ വേണ്ടി ടേസ്റ്റ് അല്ല, സീക്രട്ട് ഞാൻ പറയൂല. അമ്പലപ്പുഴ പാൽപ്പായസം. സത്യം സത്യം. വിളിക്ക്. ആരും കാണാനില്ല ഇവിടെ. ആരും. ഹലോ, ഇന്നെന്റെ ഹാപ്പി ബർത്ത്ഡേ. ഇത് കുറച്ച് മലമ്പുഴ പാൽപ്പായസ. സോറി, മലമ്പുഴയല്ല, അമ്പലപ്പുഴ. അമ്പലപ്പുഴ പാൽപ്പായസ ഞാൻ എന്റെ സ്വന്തം കൈകൊണ്ടുണ്ടാക്കിയതാ. താങ്ക്സ്. ലക്ഷ്യത്തിലേക്കുള്ള ആദ്യപടി വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. ഇന്ന് വൈകുന്നേരം ലക്ഷം മറ്റവൻ സംഘടിപ്പിച്ച് നമ്മൾ ഗംഭീരമായി ആഘോഷിക്കുന്നു. ഈ ഗാന്ധി മാർഗത്തിൽ എവിടെയാണ് മറ്റവൻ? നീ മിണ്ടരുത്, പറയുന്നത് കേട്ടാ മതി. ഞാൻ ആദ്യം ഈ പായസം കുടിച്ചൊന്ന് ആഘോഷിക്കട്ടെ. എന്നിട്ട് വേണം മലമ്പുഴയാണോ ചങ്ങമ്പുഴയാണോ തീരുമാനിക്കാൻ. നോക്കിയിട്ട് കുടിക്കാം. ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരു പോലീസ് സ്റ്റേഷന്റെ തിണ്ണ ഇറങ്ങണത്. നിങ്ങളൊക്കെ കാരണം എന്റെ മാനമാണ് പോയത്. നീ കരയാതെ വല്ലഭ. ഇതൊക്കെ അനുഭവിച്ചാലേ മനുഷ്യജന്മം പൂർണ്ണമാവും. പോലീസ് സ്റ്റേഷനും ജയിലുമെല്ലാം നമ്മുടെ കാശ് കൊണ്ട് നമ്മുടെ സർക്കാർ നമുക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതല്ലേ. ഇത്രയും നേരം ഞാൻ പിടിച്ചിരുന്നു. എന്റെ ദേഹത്ത് പോലീസ് അങ്ങനെ കൈവച്ചാലുണ്ടല്ലോ. കൈവച്ചാലേ സത്യം ഞാൻ തുറന്നു പറയും. എന്ത് സത്യം? പായസത്തിൽ വിഷമിട്ട് ആരാണെന്ന്. പായസത്തിൽ വിഷമിട്ട് ആരാടാ? ആരാടാ? വാസുവേട്ടൻ. പിന്നെ വാസുവേട്ടല്ലേ പോക്കറ്റിൽ സാധനം എടുത്ത് ഇങ്ങനെ അടിച്ചത്? അത് നീ കണ്ടല്ലേ? ഇല്ല, ഞാനത് വെറുതെ കാണിച്ചാണ്. നീ അതൊന്നും ഇവിടെ കയറി വിളമ്പേക്കല്ലേ. പായസം വിളമ്പുമ്പോ ആലോചിക്കണായിരുന്നു. വാസുവേട്ടാ, അമ്പലപ്പുഴ ഭഗവാനാണ് സത്യം. നീ വിഷമിക്കണ്ട, പോയിക്കോ. പ്രതികളെ തമിഴ്നാട് പോലീസിന് എങ്ങനെ വിട്ടുതരുന്ന സാറ് പറയുന്നത്? അതായത് വിഷം ചേർത്ത പായസം കേരള അതിർത്തിക്കുള്ളിൽ നിന്നാണ് പ്രതി തമിഴ്നാട് അതിർത്തിക്കുള്ളിൽ നിന്ന പരാതിക്കാരിക്ക് കൊടുത്തത്. കൃത്യമായിട്ട് പറഞ്ഞ കുറ്റകൃത്യം നടന്നിരിക്കുന്നത് കേരള അതിർത്തിക്കുള്ളിലാണ്. അപ്പൊ പ്രതിയെ കസ്റ്റഡിയിലെടുക്കേണ്ട ചുമതല കേരള പോലീസിനും. എന്റെ സാറേ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഇങ്ങനെ ഒരു കേസ് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് ഈ കേസ് കേരള പോലീസാണോ തമിഴ്നാട് പോലീസാണോ അന്വേഷിക്കേണ്ടതെന്ന് കോടതിയാണ് തീരുമാനിക്കേണ്ടത്. സോറി സാർ, പറഞ്ഞ കാരണങ്ങൾ വെച്ചുകൊണ്ട് പ്രതികൾ വിട്ടുതരാൻ ബുദ്ധിമുട്ടാണ്. ശരി, പാകലാം. നിന്നെയൊക്കെ തമിഴ്നാട് പോലീസിന് വിട്ടുകൊടുക്കാൻ ഇപ്പൊ വിളിച്ചത്. കഴിഞ്ഞ മാസം ചന്ദനം കടത്തിയ 4 തമിഴന്മാരുടെ വാരിയിൽ ഒടിച്ചതിന്റെ വാശി അവന്മാർക്ക്. അവന്റെ ഒക്കെ കൈ കിട്ടിയ അണ്ടർവെയർ പോലും ബാക്കി ഉണ്ടാവില്ല. എന്താ ജാമ്യത്തിന്റെ കാര്യത്തിനാ സാർ. ഇങ്ങേരാ കേരള ഹൗസിന്റെ ഓണർ. ഇങ്ങോട്ട് മാറിക്കണം. അപ്പൊ താനാണല്ലേ അമ്പലപ്പുഴ പാൽപ്പായസത്തിൽ വിഷം ചേർത്ത് കൊടുപ്പിച്ചത്? എന്റെ കൈ വിഷം ഉണ്ടായിരുന്നെങ്കിൽ അത് മറ്റാർക്കും കൊടുക്കാതെ ഞാൻ തന്നെ കഴിച്ചേനെ. അത്രയ്ക്ക് പരിതാപകരമാ സാറേ എന്റെ അവസ്ഥ. മലയാളികളായതുകൊണ്ടാ നിന്നോടൊക്കെ ഇത്തിരി ദയ കാണിക്കുന്നത് എന്ന് വിചാരിച്ച് നെകളിക്കരുത്, ഇടിച്ച് പൊടിച്ചളയും ഞാൻ. ഇന്നെന്റെ ബർത്ത്ഡേ, നിന്റെയൊക്കെ ഭാഗ്യം. ഈ ഒരൊറ്റ ദിവസം ഞാൻ കൈമനക്കിടത്തത്. പോയിക്കോ. ഡെയിലി വന്ന് ഒപ്പിട്ടോളണം. നിങ്ങളിൽ ആരെങ്കിലും ആൾ മുങ്ങിയ താൻ അതിന് ഉത്തരം പറയേണ്ടി വരും. നീ തൂങ്ങും. ഇറങ്ങി പോടാ.
ഹാപ്പി ബർത്ത്ഡേ. ബർത്ത്ഡേ ആയിട്ട് കുറച്ച് അമ്പലപ്പുഴ പാൽപ്പായസം ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്താക്കല്ലേ. വിഷം നിന്ന് എന്നെയും കൊല്ലണ പരിപാടി. ഇറങ്ങി പോടാ, പോടാ. இந்த உலகத்தில் 24,000 விஷம் இருக்கு. பட்டி விஷம், பூச்ச விஷம், பாம்பு விஷம், ஆன விஷம், ஆடு விஷம், எலி விஷம், டெலிவிஷன், காதல் விஷம், கை விஷம், மூக்கில் விஷம், വയറിൽ விஷம், നെഞ്ചിൽ விஷம். ഇതിലേത് വിഷമായാലും എനിക്ക് കേൾക്കാതെ ഞാൻ സാപ്പിട്ട് 5 മിനിറ്റ് കഴിഞ്ഞ് എന്റെ നഗരിലെല്ലാം നീല നിറം വന്നാൽ സാപ്പാടിൽ കണ്ടിപ്പാ വിഷം ഇருக்கு. മാമി ഇഡ്ലി കിഡ്ലി, സാമ്പാർ കീമ്പാർ, ചട്നി കിഡ്നി, വടക്കിടേ ഇവയിലൊന്നും വിഷമില്ല. ധൈര്യമായി താങ്ങിക്കോ. நாங்க பின்ன சாப்பிட்டுக்கலாம். இனி இത്രയല്ലേ ഉള്ളൂ. അത് നീയെ സാപ്പിട്ടുക്കോ. നോ താങ്ക് യു. ഞാൻ പോരുന്ന വഴി ഹോട്ടലിൽ നിന്ന് 2 പൊറോട്ടയും ഒരു ചായയും കഴിച്ചു. ഇനി നീങ്ക പച്ചത്തണ്ണി കുടിക്കണ കൂടി ഞാൻ കുടിച്ച് പാത്തക്കപ്പുറം താൻ കുടിക്കണം. പിന്നെ ഒന്ന് കിടക്കണമല്ലോ. അപ്പോ ഇന്ന് തിരിച്ചു പോണില്ലേ? എവിടെ പോവാൻ? നിങ്ങൾ ഇവിടെ എത്ര ദിവസം ഉണ്ടോ അത്രയും ദിവസം ഞാൻ അവിടെ നിക്കണമെന്നാ പെരിയ തേവർ സാർ പറഞ്ഞിരിക്കുന്നത്. നോക്ക്, இங்க இருக்கிறதே ஒரே ஒரு பெட்ரூம் தான். அதுல நாங்க 4 பேர் கிடக்கிறதே கஷ்டம். കുഴപ്പമില്ല, നിങ്ങൾ 4 പേരുടെ കൂടെ അതിന്റെ ഓർത്ത് ഞാൻ കിടന്നോളാം. എന്നൊരു സ്ത്രീയായി കണ്ടോളൂ, എനിക്ക് വിരോധമില്ല. ஐயடா, வந்திருக்கிற ஒரு ஸ்திரீ லோலன் தான். வெளியில அம்மி கிடக்கிற வராந்தா ஒண்ணு இருக்கு, அங்க போய் கிடக்கு. ഓ, മമ്മി വരാന്തയിലാണ് കിടക്കുന്നത്. മമ്മി എങ്കിൽ മമ്മി. മമ്മി കാണാൻ എങ്ങനെ സുന്ദരിയാണോ? എന്റെ മോന്തക്കിട്ട് മമ്മിയല്ല, അരക്കിற അമ്മി. അരക്കണ അമ്മി മനുഷ്യനെ വെറുതെ കൊതിപ്പിച്ച്. ഉച്ചയൂണിന് മുമ്പ് വിളിക്കുമോ എന്തിനാ? ടെസ്റ്റിങ്ങിനെ. അവളുമാരൊരു അമ്മി. കണ്ടോ? നിന്നെ കാണാതിരിക്കാൻ ഞാൻ എന്താ കുരുടനാ? എന്നെ അല്ല, അപ്പുറത്തൊരു പാണ്ടി പോലീസിനെ പ്ലാവലെടുത്ത് പൊക്കുന്ന പോലെ അമ്മിക്കല്ലെടുത്ത് ഇങ്ങനെ പൊക്കിയത്. ഇത് പാണ്ടി പോലീസ് അല്ലടാ, ഗുണ്ട. ഉണ്ണാൻ സമയമായിട്ടില്ലല്ല. ഗുണ്ടോന്നല്ല, ഗുണ്ടാന്നാ പറഞ്ഞത്. വില്ലുപുരത്തൊരു ദാതയുണ്ട്, കാളിമുത്തു. ഉരലെടുത്ത് ഒറ്റക്കൈ കൊണ്ട് അമ്മാന മാടലാണ് അയാളുടെ ഹോബി. സംശയിക്കേണ്ട, ഇവൻ കാളിമുത്തുവിന്റെ ശിഷ്യനാ. തടിയുണ്ടെങ്കിൽ പുല്ലെങ്കിലും പറിച്ചു തന്നെ. വല്ലഭ എന്റെ ജെട്ടി കണ്ടടാ? ഞാൻ എടുത്തൊന്നുമില്ല, എനിക്കത് പാകാകെ ഇല്ല. പിന്നെ ഇതെവിടെ പോയി? ഈ ലൊക്കാലിറ്റി എവിടെ ഉണ്ട്, അതിന്റെ മണം വരുന്നുണ്ട്. അത് അടുത്ത വീട്ടിൽ ഉണക്കുകയും വറക്കണമാണോ? പിന്നെ ആ ഷാട്ടിക്ക് ഇത്ര നല്ല മണോ? വല്ലഭ കിട്ടിയാ? അവൻ വരുന്നുണ്ട്. അയ്യോ, ഓ, സെറ്റപ്പ് ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണല്ലേ മുങ്ങാൻ. പോവും പോവും. അല്ല, ഇവർ ഈ ബാഗൊക്കെ ആയിട്ട് എങ്ങോട്ടായി യാത്ര? പറ. ഈ പെറുക്കാൻ നടക്കണ പാണ്ടികൾ എടുത്തോണ്ട് പോകണ്ടെന്ന് കരുതി സേഫ്റ്റി സൈഡിന് എടുത്തു വെച്ചതാ. അതെ. നീ എന്താ കാണിക്കണേ? ഈ പെറുക്കാൻ നടക്കണ പാണ്ടികൾ വാതിലും പൊളിച്ച് വന്നാലാ? അപ്പൊ ഒന്ന് മൂത്രം ഒഴിക്കണമെങ്കിൽ നിന്നെ വിളിച്ചോണത്തണ്ടേ? നീ എന്നെ വിളിച്ചാ മതി വല്ലഭ, ഞാൻ തുറന്നു തരാം. അല്ല വല്ലഭ, വാതിലടച്ച് കൂട്ടി കട്ടിലും തള്ളി വെച്ച് അപ്പോഴാണ് അല്ല വല്ലവൻ കിടന്നുറങ്ങാൻ നോക്ക്. അല്ല, ഇവൻ നമ്മളെയും കൊണ്ടേ പോകുള്ളൂ. അവൻ വന്ന ഞാനില്ല.